പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോക്ക് ബ്രൂട്ടലായി കോഡി റോഡ്സിനെ ആക്രമിച്ചതിന് പിന്നിലെ സ്റ്റോറി ലൈൻ എന്താണ്, ഭാവിയിൽ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ റോ എപ്പിസോഡ് നടന്നിട്ടുണ്ടായിരുന്നത് ഷിക്കാഗോ എന്ന് പറയുന്ന CM Punkന്റെ ഹോം ടൗണിൽ വെച്ചിട്ടായിരുന്നു. 15,000-ത്തിലധികം ടിക്കറ്റുകൾ വിറ്റുപോയത് കൊണ്ട് തന്നെ അവർക്ക് പ്രീമിയം ലൈവ് ഇവൻറ്റ് സെറ്റപ്പിൽ ഈ ഒരു എറീനയുടെ സെറ്റപ്പ് മാറ്റേണ്ടി വന്നു. അപ്പോൾ ആ ഒരു സ്റ്റേജ് സെറ്റപ്പൊക്കെ മാറ്റി ഡിഫറൻറ്റ് ലെവലിലാണ് റോ എപ്പിസോഡ് നടത്തിയത്. ആ റോ എപ്പിസോഡ് ആരംഭിച്ചത് കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. കോഡി റോഡ്സിൻ്റെ സെഗ്മെൻറ്റിൽ റസൽമീനിയ 40 നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ റോമൻ റീൻസ് എന്ന എതിരാളിയെ സംബന്ധിച്ചാണ് കോഡി റോഡ്സ് പറയുന്നത്. എതിരാളിയെ സംബന്ധിച്ചും എതിരാളിയുടെ നെഗറ്റീവായിട്ടുള്ള വശങ്ങളെ സംബന്ധിച്ചുമാണ് കോഡി റോഡ്സ് സംസാരിക്കുന്നത്. അവിടേക്ക് ദി റോക്കിൻ്റെ ഒരു സർപ്രൈസ് അപ്പിയറൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്ക് അപ്പിയർ ചെയ്യുമെന്നുള്ളൊരു അഡ്വർടൈസ്മെൻറ്റ് WWE ഭാഗത്ത് നിന്ന് നമുക്ക് റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ റോക്കിൻ്റെ ആ ഒരു വരവ് വളരെ സർപ്രൈസ് ആയിരുന്നു. റോക്ക് വന്ന് നമ്മൾ പതിവ് പോലെ വലിയൊരു പ്രൊമോയൊക്കെ റോക്കിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ റോക്ക് റിങ്ങിലേക്ക് കയറി കോഡിയുടെ ചെവിയിൽ എന്തോ എന്ന് പിറുപിറുത്തതിന് ശേഷം റിങ് വിട്ടു പോകുന്നതാണ് കാണാൻ സാധിച്ചത്. ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവർ പിന്നീട് ഈ ഒരു സെഗ്മെൻറ്റ് കഴിയുന്നതിന് ശേഷം റോക്കിനോടും കോഡി റോഡ്സിനോടും എന്താണ് പിറുപിറുത്തത് എന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി മെയിൻ ഈവൻറ്റിലേക്ക് വരികയാണെങ്കിൽ ജെ ഊസോ വേഴ്സസ് ഷിൻസ്കെ നാക്കമോറ തമ്മിലുള്ള സിംഗിൾസ് മത്സരമായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ജിമ്മി, സോളോ തുടങ്ങിയവർ ജയെ ആക്രമിക്കാൻ വരുന്നുണ്ട്. അവിടെ കോഡിയും സെത്തും വന്ന് ജിമ്മിയെയും സോളോ സിക്കോവിയെയും ഫൈറ്റ് ചെയ്ത് നേരിടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഡ്രൂ മാക്കൻഡയർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ ഷോക്ക് DDT സെത്ത് എതിരെ കൊടുത്തുകൊണ്ട് സെത്തിനെ ഡ്രൂ ആക്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് മത്സരത്തിൽ ജെ ഊസോ ഷിൻസ്കയെ പരാജയപ്പെടുത്തുന്നു. സോളോയും ജിമ്മിയും അവരൊക്കെ ഫൈറ്റ് ചെയ്ത് ബാക്ക് സ്റ്റേജിലേക്ക് എത്തുന്നു. അവിടെ പെട്ടെന്ന് റോക്ക് കോഡിയെ ബ്രൂട്ടലായി പിന്നീട് അങ്ങോട്ട് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കോഡിയുടെ നെറ്റി പൊട്ടി ചോര വരുന്നതും പിന്നീട് ഇവർ ഫൈറ്റ് ചെയ്ത് ഒരു എറീനയുടെ പുറത്തേക്ക് എത്തുന്നതും പ്രൊഡക്ഷൻ ട്രക്കിൻ്റെ അവിടെ വരെ എത്തുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ റോക്ക് സ്റ്റാൻഡിങ് ടോൾ എന്നുള്ളൊരു രീതിയിൽ റോക്ക് കോഡിയുടെ ബെൽറ്റിന് സമാനമായ രീതിയിലുള്ള ഒരു ബെൽറ്റ് കയ്യിൽ പിടിച്ച് കോഡിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നതോടുകൂടി റോ എപ്പിസോഡ് അവസാനിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം ആ ഒരു ക്ലിപ്പ് അറീനയിലെ സ്ക്രീനിൽ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ആ ബെൽറ്റ് കൊണ്ട് കോഡി റോഡ്സിനെ പിന്നെയും റോ എപ്പിസോഡ് അവസാനിച്ചതിന് ശേഷം റോക്ക് ആക്രമിക്കുന്നുണ്ടായിരുന്നു എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിക്ക് പിറകിൽ ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി പങ്കുവെക്കുന്നത്. ഇനി വരാൻ പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ റോമൻ റീൻസ് അപ്പിയർ ചെയ്യുകയും റോക്കിനോടും ബ്ലഡ് ലൈനിലെ താരങ്ങളോടും തൻ്റെ നിർദ്ദേശമില്ലാതെ എന്തിനാണ് റോയിൽ പോയി ഫൈറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചത് അല്ലെങ്കിൽ ഫൈറ്റ് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ചോദ്യം ഉന്നയിക്കുകയും അതിന് റോക്ക് കൊടുക്കുന്ന ഒരു മറുപടി, ബ്ലഡ് ലൈൻ എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്, ആ ഫാമിലിയെ കളിയാക്കി സംസാരിച്ച ആ ഫാമിലിക്ക് എതിരെ നിൽക്കുന്ന വലിയൊരു ത്രെറ്റ്, വലിയൊരു ശത്രുവായ കോഡി റോഡ്സിനെ ഞങ്ങൾ ബ്രൂട്ടലായി നേരിട്ടു എന്നുള്ളത് ആയിരിക്കും റോക്ക് കൊടുക്കുന്ന മറുപടി. പക്ഷേ ലീഡറായ തൻ്റെ നിർദ്ദേശമില്ലാതെ എന്തിന് അങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് റോമൻ റീൻസ് തിരികെ ചോദിക്കാം. അതിലൂടെ അവർ ഫോക്കസ് ചെയ്യുന്നത് റോക്കും റോമനും ഇടയിൽ ചില പ്രശ്നങ്ങൾ തുടക്കം കുറിക്കുക, ബ്ലഡ് ലൈനിൽ യഥാർത്ഥത്തിൽ ആരാണ് ട്രൈബൽ ചീഫ് എന്നുള്ളൊരു സംശയം ഇരു വ്യക്തികളുടെ ഇടയിലും കൊണ്ടുവരിക. അതിലൂടെ അടുത്ത വർഷത്തെ റസൽമീനിയയിൽ എങ്കിലും അല്ലെങ്കിൽ അതിനു മുൻപത്തെ ഏതെങ്കിലും ഒരു ബിഗ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ റോക്കും റോമൻ റീൻസും തമ്മിലുള്ള ആ ഒരു മത്സരത്തേക്കുള്ള ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം മിക്കവാറും റോമൻ റീൻസ് ഒന്നും ഇല്ലാത്ത ഈ ഒരു സാഹചര്യത്തിൽ റോക്ക് കോഡിയെ ഇത്രയും ബ്രൂട്ടലായി ആക്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന വീഡിയോസിൽ പങ്കുവെക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.